നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗതി വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്. ജനിച്ചിട്ടുണ്ടോ മരിക്കുന്നതാണ്. മതമുള്ളവനും ഇല്ലാത്തവനും മരിക്കുന്നതാണ്. ഈശ്വരനിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും മരിക്കുന്നതാണ്. മരിക്കാത്തവരില്ല. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരന്മാരെ, നിങ്ങളിൽ 20, 30, 40, 50, 60, 70 ഒക്കെ വയസ്സുള്ളവരില്ലേ? ഈ ജീവിതകാലത്തിനിടയിൽ എത്ര ആളുകൾ നിങ്ങളിൽ നിന്ന് മരിച്ചുപോയി എത്ര ആളുകൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? നിങ്ങൾക്ക് പരിചയമുള്ളവരിൽ എത്ര ആളുകൾ മരണപ്പെട്ടു പോയി? നിങ്ങളിൽ പള്ളികളിലെ സഫുകൾ നിസ്കരിച്ചിരുന്ന എത്ര ആളുകൾ മരിച്ചുപോയി? നമുക്ക് ഇമാമത്തിന് നേതൃത്വം നൽകിയിരുന്ന, ജമാഅത്തിന് നേതൃത്വം നൽകിയിരുന്ന എത്ര ഇമാമുമാര് മരിച്ചുപോയി? ഒന്നാം സഫിൽ നിന്നിരുന്ന എത്ര ആളുകൾ മരിച്ചുപോയി? നമ്മുടെ വീടുകളിൽ താമസിച്ചിരുന്ന എത്ര ആളുകൾ മരിച്ചുപോയി? ഉപ്പമാരും ഉപ്പുപ്പമാരും ഉമ്മമാരും ഉമ്മുമ്മമാരും നമുക്ക് പരിചയമുള്ള എത്ര ആളുകൾ മരിച്ചുപോയി. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ആ മരിച്ചവരെ നമുക്കറിയാം. ആ മരിച്ചവരെ മയ്യത്ത് നാം കണ്ടിട്ടുണ്ട്. ആ മയ്യത്ത് നമ്മൾ ചുമന്നിട്ടുണ്ട്. ചില മയ്യത്തൊക്കെ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്, കഫൻ ചെയ്തിട്ടുണ്ട്. ആ മയ്യത്ത് കബറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അവരെ മയ്യത്ത് നമ്മൾ കബറടക്കം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഈ മരിച്ചവർ മരിക്കുന്ന സമയത്ത് അനുഭവിച്ചതെന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചിട്ടുണ്ടാവാം, ഉമ്മ മരിച്ചവരുണ്ടാവാം, ഭർത്താവ് മരിച്ച ഭാര്യമാര് സദസ്സിലുണ്ടാവാം, ഭാര്യ മരിച്ച ഭർത്താക്കൾ ഉണ്ടാവാം, അതുപോലെ മക്കള് മരിച്ച ഉമ്മമാരുണ്ടാവാം, ഉപ്പമാരുണ്ടാവാം. അതേ സമയത്ത് സ്വന്തം കൂടെ നടന്ന ആത്മമിത്രങ്ങൾ മരിച്ചവരുണ്ടാവാം. ഇവരൊക്കെ മരിച്ചിട്ടും ആ മരിച്ചവരെ കൂടെ നമ്മൾ നിന്നിട്ടും അവരെ മയ്യത്ത് നമ്മൾ ചുമന്നിട്ടും അവരെ മയ്യത്ത് നമ്മൾ കുളിപ്പിച്ചിട്ടും അവർക്ക് മരിച്ച സന്ദർഭത്തിൽ എന്തേ സംഭവിച്ചത്? ഇപ്പോൾ അവരെന്താ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇനി എന്തൊക്കെയാണ് അനുഭവിക്കാനുള്ളത്? അല്ലാഹ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ മുഴുവനും മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് വേണ്ടി അങ്ങേയറ്റം അധ്വാനിച്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചുപോയി. എന്നെ ഞാനാക്കി തീർത്ത എന്റെ ഉപ്പ മരിച്ചുപോയി. എന്നെ ഞാനാക്കി തീർത്ത എന്റെ ഉസ്താദുമാരിൽ പലരും മരിച്ചുപോയി. അവരൊക്കെ മരിച്ചപ്പോൾ എന്തേ അവർക്ക് സംഭവിച്ചത്? മക്കളെ, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതല്ലേ ചിന്തിക്കേണ്ടത്, ഇതല്ലേ പഠിക്കേണ്ടത്, ഇതല്ലേ അറിയേണ്ടത്? ഞാൻ ഒറ്റ ചെറിയ രൂപത്തിൽ അതൊന്ന് പറഞ്ഞോട്ടെ. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ഈ ആരോഗ്യമുള്ള ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരത്തോളം വിലപിടിപ്പുള്ള ഒരു സാധനം ഈ ലോകത്ത് അല്ലാഹു നമുക്ക് വേറെ തന്നിട്ടില്ല. മോനെ, നിന്റെ ശരീരത്തെ പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തിനെല്ലാം കഴിവുണ്ട്. കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, നല്ല മസിൽ പവറുണ്ട്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, എനിക്കങ്ങനെ കഴിയും, എനിക്ക് ഇങ്ങനെ കഴിയും. അത്ര ആളുകളുമായി മൽപ്പിടുത്തത്തിന് കഴിയും. എത്ര വേണമെങ്കിലും ഓടാൻ എനിക്ക് കഴിയും. ഏത് ഉയരത്തിലും കയറാൻ എനിക്ക് കഴിയും. ആരുമായിട്ട് മൽപ്പിടുത്തം നടത്താൻ എനിക്ക് കഴിയും. മണിക്കൂറുകളോളം വാഹനം ഓടിക്കാൻ എനിക്ക് കഴിയും. ഇങ്ങനെ ഓരോരുത്തർക്കും അവനവന്റെ കഴിവിനെ പറ്റി വലിയ മതിപ്പാണ്. അവനവന്റെ സൗന്ദര്യത്തെ പറ്റി,
അവനവൻ്റെ കാഴ്ചയെപ്പറ്റി, അവനവൻ്റെ കേൾവിയെപ്പറ്റി, അവനവൻ്റെ ബുദ്ധിയെപ്പറ്റി ഓരോരുത്തർക്കും നല്ല മികവാണ്, ഓരോരുത്തർക്കും നല്ല നല്ല അഭിപ്രായങ്ങളാണ്. പക്ഷേ മോനെ, ആരാ നിനക്ക് ഈ ശരീരം തന്നത്? ആരാ ഈ ശരീരത്തെ സംവിധാനിച്ചത്? ആരാ നിന്റെ കൈകാലുകൾ സൃഷ്ടിച്ചത്? നിന്റെ മുന്നത്തെ അവസ്ഥ നിനക്കറിയോ? ഒരു തുള്ളി ബീജത്തിന്റെ കണികയായിരുന്നു ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ മുതുകിൽ നിന്ന് ഒരു പ്രാവശ്യം പുറപ്പെടുന്ന ശുക്ലം. ആ ശുക്ലത്തിൽ കോടിക്കണക്കിന് ബീജങ്ങളുണ്ട്. ആ കോടിക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് 500 ബീജക്കണങ്ങൾക്ക് ഉൽപാദന ശേഷിയുണ്ട്. ഒരു സമയത്ത് ഒരു പുരുഷനിൽ നിന്ന് പുറപ്പെടുന്ന ശുക്ലത്തെ പറ്റിയാ പറയുന്നത്. ഈ 500 ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജത്തിന്റെ കണമാണ് ഒരു സ്ത്രീയുടെ നെഞ്ഞലിൽ നിന്ന് പുറപ്പെടുന്ന അണ്ഡവുമായി കൂട്ടിപ്പിടിച്ചിട്ട് ബീജാണ്ഡമായി തീരുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ പറയുന്നതിൽ ആർക്കും തർക്കമില്ല. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും നിരീശ്വരവാദികൾക്കും പ്രകൃതിവാദികൾക്കും ആർക്കും തർക്കമില്ല. അങ്ങനത്തെ ആ ബീജാണ്ഡം ഈ ഗർഭാശയത്തിൽ സൂക്ഷിക്കപ്പെട്ടവൾ ഓരോന്നും അതിൻ്റെ ആദ്യാവസാനം വരെ വിവരിക്കുമ്പോൾ വിഷയം എവിടെയും എത്താത്തത് കൊണ്ട് കരുതിക്കൂട്ടി പറയാതിരിക്കുകയാണ്. ഈ ബീജാണ്ഡത്തെ 120 ദിവസം തികയുമ്പോ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ 120 ദിവസം കഴിഞ്ഞപ്പോ ഈ ബീജാണ്ഡത്തിന് ഒരു കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമായിരുന്നു. അതിനാണ് ഭ്രൂണമെന്ന് പറയുന്നത്. ആ ഭ്രൂണത്തിന് ഒരു കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗർഭാശയത്തിന്റെ ഡ്യൂട്ടിയുള്ള ഒരു മലക്കിനെ ഈ ഭ്രൂണത്തിന്റെ അരികിലേക്ക് അയക്കുകയാണ്. ഓരോ മനുഷ്യന്റെ ശരീരത്തിലും 100 കണക്കിന് മലക്കുകളുണ്ട്. ആ മലക്കുകളാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഏത് സാധനങ്ങൾ നമ്മൾ വെട്ടി വിഴുങ്ങിയാലും അതിനെ അതിൻ്റെതായ രൂപത്തിലേക്ക് എത്തിക്കുന്നതാരാ? ആന്തരികാവയങ്ങളിൽ പ്രവർത്തിക്കുന്നതാരാ? അവിടെയൊക്കെ റബ്ബിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട്. മലക്ക് എന്ന് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഒരു ആനയുടെ വലിപ്പമുണ്ടെന്ന്. ഇല്ല, റബ്ബിന്റെ മലക്കുകള് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത വളരെ ചെറിയ മലക്കുകളാ. നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത പട്ടാളമാ റബ്ബിന്റെ പട്ടാളം. നിങ്ങളറിയില്ല, കഴിഞ്ഞ റമദാനിലെ കേരളത്തിലെ സർക്കാരിനെയും ജനങ്ങളെയും ഒക്കെ മുൾമുനയിൽ നിർത്തിയ ചെറിയൊരു ജീവിയുണ്ടായിരുന്നു. അതിന്റെ പേര് നിപ്പ വൈറസ് എന്നാണ്. ഈ നിപ്പ വൈറസ് ഒന്ന് സജീവമായപ്പോൾ ആ വൈറസിന്റെ ബാധയേറ്റ ആളുകളൊക്കെ പെട്ടെന്ന് മരിച്ചുപോയി. ആ വൈറസ് ബാധയേറ്റ ആളുകളെ കുളിപ്പിക്കാനും ചികിത്സിക്കാനും ശുശ്രൂഷിക്കാനും മറ്റുള്ളവര് തയ്യാറായില്ല. എത്ര ജാഗ്രതയോട് കൂടെയാണ് അതിനെയെല്ലാം കൈകാര്യം ചെയ്തത്. എത്രത്തോളം നിപ്പ വൈറസിന്റെ ബാധയേറ്റ് മരിച്ച ആളുകള് മയ്യിത്ത് മറവ് ചെയ്യാൻ ജനങ്ങള് തയ്യാറായില്ല. എന്തേ? ആ നിപ്പ വൈറസിനെ പേടിച്ചിട്ടാണ്. അത്രയും ഭീതി പടർത്തിയ ഒരു ജീവിയാണ് നിപ്പ വൈറസ്. എത്ര ചെറിയ വൈറസാണ്! എന്നാൽ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും മുൾമുനയിൽ നിർത്തിയിട്ട് ഇത്രമാത്രം ഞാനും നിങ്ങളും പേടിച്ച ഈ നിപ്പ വൈറസ് എന്ന് പറയുന്ന വൈറസിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കാണാൻ വലിപ്പമില്ല. ഇവിടെയുള്ള പല വൈറസുകളും അങ്ങനെ തന്നെയാണ്. ഇന്നലില്ലാഹി ജനൂദൻ ലം തറൗഹാ. നിങ്ങൾ കാണാത്ത റബ്ബിന്റെ
പട്ടാളമാ. അതേപോലെ ആ റബ്ബിന്റെ മലക്കുകള്, ആ മലക്കളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല. അതേ സമയത്ത് ആജാനബാഹുവായ മലക്കുകളുണ്ട്. എത്ര വേണമെങ്കിലും വലുതാവാൻ അവർക്ക് കഴിയും, രൂപം പ്രാപിക്കാൻ കഴിയും. ഈ അടിസ്ഥാനത്തിൽ എന്റെയും നിന്റെയും ഒക്കെ ശരീരത്തിൽ നൂറുകണക്കിന് മലക്കുകളുണ്ട്. അതിൽപ്പെട്ടൊരു മലക്കാണ് ഈ റൂഹിന്റെ ചുമതലയുള്ള മലക്ക്. ഈ മലക്ക് ഗർഭാശയത്തിലാ ഡ്യൂട്ടിയുള്ളത്. നിങ്ങളൊന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കൂ. നാം ഏത് ഭക്ഷണം കഴിച്ചാലും, പഴം കഴിച്ചാലും, മാംസം കഴിച്ചാലും, പാല് കഴിച്ചാലും, ഗുളി കഴിച്ചാലും, അരിഷ്ടം കഴിച്ചാലും, ഏത് സുഖത്തിനുള്ള ഏത് രൂപത്തിലെ മരുന്ന് കഴിച്ചാലും അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഡ്യൂട്ടി നിർവഹിക്കുന്നതാരാ? റബ്ബിന്റെ മലക്കുകളാ. ആ മലക്കുകൾപ്പെട്ടൊരു മലക്കാണ് ഗർഭാശയത്തിന്റെ ഡ്യൂട്ടിയുള്ള മലക്ക്. ഈ മലക്ക് ഈ ആത്മാവുമായിട്ട് ഈ ആത്മാവിനെ ഈ ഭ്രൂണത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ. ആത്മാവ് ഉണ്ടെങ്കിലല്ലേ ഈ കണ്ണിന് കാഴ്ചയുള്ളൂ. ആത്മാവുണ്ടെങ്കിലല്ലേ ഈ ഹൃദയം മിടിക്കുകയുള്ളൂ. ആത്മാവുണ്ടെങ്കിലല്ലേ ഈ ശരീരത്തിന് നിലയും വിലയുമുള്ളൂ. മോനെ, ഒരു മനുഷ്യന്റെ ഹാർട്ട് 300 ഗ്രാം തൂക്കം വരുന്ന ഒരു മൂവാണ്ടൻ മാങ്ങ പോലെ തൂങ്ങി നിൽക്കുന്ന ഈ ഹാർട്ടിന്റെ വില എത്രയാണ്? ഞാൻ പറയുന്നു നിങ്ങൾക്ക്, ഞാൻ 25 ലക്ഷം തരാ, 50 ലക്ഷം തരാ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഹാർട്ട് ഒന്ന് പകുത്തു കൊടുക്കുമോ, വിൽക്കുമോ? 2-3-4 വർഷം മുമ്പ് അമേരിക്കക്കാരൻ കൃത്രിമമായ ഹാർട്ട് ഉണ്ടാക്കിയപ്പോ ഹാർട്ടിന് ചക്കന്റെ വലിപ്പം മാത്രമല്ല, ഏകദേശം 10-25 മണിക്കൂറേ നിലനിന്നുള്ളൂ, പ്രവർത്തിച്ചുള്ളൂ. $15 കോടി. അതേ സമയത്ത് ഇരിക്കുന്നവർക്ക് മുഴുവനും എത്ര ഹാർട്ടുകളാണ്? നല്ല സോഫ്റ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, കംപ്ലൈന്റ് ഇല്ലാത്ത ഹാർട്ടുകളാ. ഹാർട്ടിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ മോനെ, 1 മിനിറ്റിൽ 72-ന്റെയും 82-ന്റെയും ഇടയിലായി നമ്മുടെ കൽബ് ഇങ്ങനെ മിടിക്കുന്നുണ്ട്. ഇപ്പോഴും മിടിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്ന സമയത്ത് മിടിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളെ കൽബ് മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്തും മിടിക്കുന്നുണ്ട്. 24 മണിക്കൂറും നിന്റെ ഹാർട്ട് ഇങ്ങനെ മിടിക്കുകയാ. എപ്പോഴാണോ നിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നിൽക്കുന്നത്, ആ സമയത്ത് നീ മയ്യിത്താ. ഈ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് എന്തൊരു അത്ഭുതമാണ്! ഈ കണ്ണെന്തൊരു അത്ഭുതമാണ്! 25 ലക്ഷം തരാം, നിങ്ങളെ കണ്ണ് നിങ്ങൾ നൽകുമോ? 35 ലക്ഷം ഉറുപ്പ്യ കൃത്യമായിട്ട് റൊക്കം കിട്ടും. നിങ്ങളൊരു കിഡ്നി നിങ്ങൾ വിൽക്കുമോ? ഇല്ല. കാല് വിൽക്കുമോ? കൈ വിൽക്കുമോ? ഏതെങ്കിലും ഒരു അവയവം നിങ്ങൾ വിൽക്കുമോ? വിൽക്കുകയില്ല. അത്രയും വിലപിടിപ്പുള്ള അവയവങ്ങളാണ് ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും. ഈ വിലപിടിപ്പുള്ള ഈ അവയവങ്ങളും ശരീരത്തിന്റെ പാർട്സുകളുമൊക്കെ പ്രവർത്തിക്കാൻ ഈ ആത്മാവ് നിങ്ങളെ ശരീരത്തിൽ വേണം. എപ്പോഴാണോ ആത്മാവ് നിങ്ങളെ ശരീരത്തിൽ നിന്ന് പിരിയുന്നത്, അതോടുകൂടി നിന്റെ കണ്ണ് പിന്നെ ഒന്നിനും പറ്റില്ല, നിന്റെ ശരീരം ഒന്നിനും പറ്റില്ല. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ആത്മാവ് പിരിഞ്ഞ ഭാര്യ ഭർത്താവിനു വേണ്ട, പിതാവിനെ മക്കൾക്കു വേണ്ട, മക്കളെ പിതാവിനു വേണ്ട. ആത്മാവ് പിരിഞ്ഞാൽ പിന്നെ നേതാവിന് അനുയായികൾക്ക് വേണ്ട, അനുയായിക നേതാക്കൾക്ക് വേണ്ട. ഈ ശരീരത്തിന്റെ പവറും ശക്തിയും ഒക്കെ നിലനിൽക്കുന്നത് ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഈ ആത്മാവാണെങ്കിലോ എക്സ്റേ എടുത്താൽ ആത്മാവിനെ കാണില്ല, സ്കാൻ ചെയ്താൽ ആത്മാവിനെ കാണില്ല. ഒരു പരിശോധനയിലും ഈ ആത്മാവിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല.
ഈ ആത്മാവ് സത്യമാ. ഈ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേ ഈ ശരീരത്തിന് പവറുള്ളൂ. അതേ സമയത്ത് ഈ ആത്മാവിനെ അല്ലാഹ് പടച്ചിരിക്കുന്നത്, ഈ ആത്മാവെന്ന് പറയുന്നത് റബ്ബിന്റെ സൃഷ്ടിയല്ല. അതേ, അലലഹുൽ ഖൽഖു വൽ അംറു, റബ്ബിന് ഖൽഖ് അംറ് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ അംറിൽ പെട്ടതാണ് ആത്മാവ്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവ് റബ്ബിന്റെ അംറിൽ പെട്ടതാണ്. ഈ ആത്മാവ് ഒരു പ്രകാശമാണോ? അല്ല. ഈ ആത്മാവ് എന്താണത്? സാധനം. ഇത് എക്സ്റേയിൽ കിട്ടൂല, സ്കാനിങ്ങിൽ കിട്ടൂല, ഒരു ലാബിലും ഇത് പരിശോധിച്ചാൽ കിട്ടൂല. എന്നാ പിന്നെ ഇതില്ല. ഇതുണ്ട്. ഇതില്ലെങ്കിലോ ഇത് ശരീരത്തിൽ നിന്ന് പോയ ആള് പോയി. ഈ ആത്മാവ് യഥാർത്ഥത്തിൽ അശ്ബഹു ശൈഇൻ ബിസ്സിബഖി, മെർക്കുറിയോടാണ് ഇതിന് ഏറ്റവും കൂടുതൽ സാമ്യം. മെർക്കുറി പോലത്തെ ഒരു സാധനം. മെർക്കുറിയോടാണ് ഇതിന് സാമ്യമുള്ളത്, മെർക്കുറിയല്ല. ആ ആത്മാവിനെ ഈ ഭ്രൂണത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഒരു മലക്കാണ്. ആ മലക്ക് ആത്മാവിനെ ഇതിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തും. ഇതെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അനഭിമതനായി തീർന്നത്. അത് മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്ക് എതിർപ്പും വിരോധവും തുടങ്ങിയത്. എന്നല്ലാതെ നിങ്ങളൊക്കെ 5 വഖത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മക്കക്കാർക്ക് മുത്തുനബിയോട് യാതൊരു വിരോധവും തോന്നിയിട്ടില്ല. നിങ്ങൾ സമ്പത്തിന്റെ 2% സക്കാത്തായിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതിന് കഴിയില്ല മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാര് മുത്തുനബിനെ എതിർത്തിട്ടില്ല. വിശുദ്ധ റമദാനിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മതത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കക്കാര് മുത്തുനബിനെ എതിർത്തിട്ടില്ല. നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കള്ളുകുടി അവസാനിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മതവുമായിട്ട് തീരെ യോജിക്കുന്നില്ല, മക്കക്കാര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പലിശ വാങ്ങരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പലിശ വാങ്ങാതിരിക്കാൻ കഴിയില്ല, അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മതത്തിലേക്ക് വരുന്നില്ല, മക്കക്കാര് പറഞ്ഞിട്ടില്ല. മക്കക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിരോധം ഇത്തരം മറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ടാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങള്, അവരാണ് മുഅ്മിനീങ്ങള്, അവരാണ് നിസ്കരിക്കേണ്ടവര്, അവരാണ് നോമ്പെടുക്കേണ്ടവര്, അവരാണ് ധർമ്മം കൊടുക്കേണ്ടവര്, അവർക്കാണ് രക്ഷ കിട്ടുന്നത്, അവർക്കാണ് ഖുർആൻ ഉപകരിക്കുന്നത്. ഇതല്ലേ വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ പടച്ച റബ്ബ് പറയുന്നത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ആത്മാവ് അങ്ങ് സന്നിവേശിപ്പിക്കുമ്പോ ഈ മലക്ക് ചിലതെല്ലാം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എത്ര കാലം ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിലകൊള്ളണം, അതിന്റെ വാലിഡ് എത്രയാണ്, ഈ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം എന്തൊക്കെ പ്രവർത്തിച്ചിരിക്കണം, ഈ ആത്മാവ് നിലകൊള്ളുന്ന ശരീരം എന്തെല്ലാം ജീവിതത്തിൽ കഴിച്ചിരിക്കണം, ഇതെല്ലാം ഈ മലക്ക് ആത്മാവ് അങ്ങോട്ട് കയറ്റിവിടുമ്പോൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആത്മാവ് കയറ്റിവിടുന്ന ശരീരം അവൻ വിജയിച്ചവരെ കൂട്ടത്തിലാണോ, പരാജയപ്പെട്ടവരെ കൂട്ടത്തിലാണോ, നന്ദിയുള്ളവരെ കൂട്ടത്തിലാണോ, നന്ദിയില്ലാത്തവരെ കൂട്ടത്തിലാണോ, അതും ആ സമയത്തു തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ വളരെ സഹിയായ ഹദീസിലൂടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹദക്കും ലയുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ.
തുടങ്ങിയ ഹദീസ് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിവരിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ആത്മാവ് ഈ ശരീരത്തിൽ എത്ര കാലം നിലകൊള്ളണം, എന്തെല്ലാം ഈ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം ഈ ലോകത്ത് കഴിച്ചിരിക്കണം, എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കണം, വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ, ഈ 4 കാര്യങ്ങളും ആ സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ ഹബീബായ മുത്തുനബി പഠിപ്പിച്ചത്, ഫസ്സഈദു മൻ സൈദ ഫീ ബത്നി ഉമ്മിഹി, വിജയിച്ചവൻ തന്റെ ഉമ്മയുടെ മാതാവിന്റെ വയറ്റിൽ വെച്ചു തന്നെ വിജയിച്ചവനാണ്. ഫശഖിയു മൻ ശഖിയ ഫീ ബത്നി ഉമ്മിഹി, പരാജയപ്പെട്ടവൻ തന്റെ മാതാവിന്റെ വയറ്റിൽ വെച്ചു തന്നെ പരാജയപ്പെട്ടവനാ. ഈ കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതുപോലെ നമ്മിൽ ഒരാളൊരു മൊബൈലിലേക്ക് റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് ഇതിലേക്ക് റീചാർജ് ചെയ്താൽ, അല്ല ഒരു 100 ഉറുപ്പികയുടെ കാർഡ് വാങ്ങി അതിന്റെ സീക്രട്ട് നമ്പർ എടുത്ത് ഇതിലേക്ക് അങ്ങ് കയറ്റിയാല് അതിലേക്ക് ആ കാശ് കയറുമ്പോൾ അതിന്റെ ടാക്സ് ഒഴിവായിട്ട് എത്ര രൂപ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എന്തെല്ലാം ഫ്രീ ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. കാളിംഗ് ചാർജ് എത്ര രേഖപ്പെടുത്തുന്നുണ്ട്. എത്ര ദിവസമാണ് അതിന്റെ വാലിഡ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അത് നോക്കാൻ അറിയുന്നവർക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അതേ സമയത്ത് എന്നെപ്പോലെ നമ്മളെപ്പോലത്തെ പല ആളുകൾക്കും അതറിയില്ല, അത് നോക്കാൻ അറിയാത്തത് കൊണ്ടാണ്. എന്നതുപോലെ ഈ ആത്മാവ് മലക്കങ്ങോട്ട് കടത്തിവിട്ടപ്പോ ഇത് മുഴുവനും രേഖപ്പെടുത്തിയതിനാൽ ഇതൊക്കെ നോക്കി വായിക്കാൻ അറിയുന്ന ആളുകളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, പലരുമുണ്ട്. അവർക്കൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതൊക്കെ നോക്കി വായിക്കാൻ കഴിയുന്നതാ. ഇരിക്കട്ടെ, ആ കൃത്യമായ സമയമാകുമ്പോ, ഈ ആത്മാവിന് നിശ്ചയിച്ച ടൈമാകുമ്പോ ഈ ആത്മാവ് പിടിക്കാൻ റബ്ബിന്റെ മലക്കുകൾ വരും. ആര് മറന്നാലും മലക്കുകൾ അത് മറക്കുന്നില്ല. നാം മൊബൈലിൽ റീചാർജ് ചെയ്താൽ അത് 1 മാസത്തിനാണെങ്കിൽ അതിന്റെ കൃത്യസമയം വരുമ്പോ കമ്പനി മറക്കലില്ല. നാം അത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ആ കൃത്യസമയത്ത് അത് തീർന്നു പോകുന്നതാ, അതിന്റെ വാലിഡ് തീരുന്നതാ. എന്നാൽ അതിനേക്കാൾ സിക്നായിട്ട് റബ്ബിന്റെ മലക്കുകൾ അതിന്റെ കൃത്യസമയത്ത് വരുന്നതാ. കേൾക്കണോ? ഓരോ ദിവസവും ബഹുമാനപ്പെട്ട അസ്റായീൽ എന്ന മലക്ക് ഈ മനുഷ്യരുടെ ആത്മാവിനെ പിടിക്കുന്നതിന്റെ അതോറിറ്റി, അതിന്റെ നേതൃത്വം നൽകുന്ന മലക്കാണ് മഹാനായ അസ്റായീൽ. ഓരോ ദിവസവും ഓരോ മനുഷ്യനെയും അവന്റെ അവധി രേഖപ്പെടുത്തിയ റെക്കോർഡും തമ്മിൽ നോക്കി ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓരോ കൊല്ലവും മരിക്കേണ്ട ആളുകളെ ലിസ്റ്റ് മഹാനായ അസ്റായീൽ എന്ന മലക്കിന്റെ കയ്യിലേക്ക് ബറാത്ത് രാവിൽ കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയിട്ട് ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ മനുഷ്യനെയും ഓരോ ദിവസവും നോക്കിയിട്ട് അസ്റായീൽ ഉറപ്പ് വരുത്തുന്നുണ്ട്. അല്ലാ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കാനുള്ള സമയമാകുമ്പോ റബ്ബിന്റെ മലക്കുകൾ വരുന്നു. ആത്മാവ് അങ്ങോട്ട് കടത്തിവിടാൻ ഒരു മലക്കാണ് വന്നതെങ്കിൽ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ 500 മലക്കുകളാ. മുഹമ്മദുർ റസൂലുള്ളാഹ് കടത്തിവിട്ടപ്പോ ഒരു മലക്ക. കാരണം അപ്പൊ അത്ര വലിപ്പല്ലേ ഉള്ളൂ, ഒരു കോഴിമുട്ടയുടെ ഉണ്ണിയുടെ വലിപ്പല്ലേ ഉള്ളൂ. ഇപ്പോഴോ, ഇപ്പോൾ ആ കോഴിമുട്ടയുടെ ഉണ്ണിയുടെ വലിപ്പമുള്ള ആ ഭ്രൂണം എന്തായിട്ടുണ്ട്? അത് മാംസമായി, അത് എല്ലായി, എല്ലുകളിൽ പിന്നീട് ഇത് മുഴുവനും വികസിച്ചു. ഈ ഭൂമിയെ 25,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഭൂമിയെ 10-15 തവണ ചുറ്റാൻ മാത്രം വലിപ്പമുള്ള സിരകളും ഞാടികളും ഞരമ്പുകളും ഈ ശരീരത്തിലുണ്ട്.
എന്തൊക്കെ അവയവങ്ങളുണ്ട്, അവിടെ മുഴുവനും ഈ ആത്മാവ് എത്തിയിട്ടുണ്ട്. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആത്മാവ് പ്രവഹിക്കുന്നില്ലെങ്കിൽ ആ ഭാഗം പ്രവർത്തിക്കില്ല, ആ ഭാഗം തൊട്ടാലറിയില്ല. എല്ലായിടത്തും ഈ ആത്മാവ് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് ഈ എല്ലാ ഭാഗത്തിൽ നിന്നും കൂടി പിടിച്ചെടുത്ത് കൊണ്ടുവരണം. അതിന് 500 മലക്കുകളാണ്. ഇതിന് ഈ പറയുന്ന സർവ കാര്യത്തിനും ശാസ്ത്രീയമായ തെളിവ് പറയും. പക്ഷേ നമ്മുടെ വിഷയവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഇത് ആ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ട വിശ്വാസം, യാഥാർത്ഥ്യം, പച്ചയായ സത്യം, ഇന്നല്ലെങ്കിൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് നമ്മിൽ പലർക്കും അനുഭവിക്കാനുള്ളത്. ഉറപ്പ്, സംശയിക്കണ്ട. ഈ ആത്മാവിനെ ഇത്രയും സൂക്ഷ്മജീവികളെ പോലുള്ള മലക്കുകൾ, ആ മലക്കുകളാണ് ഇതിനെ ശരീരത്തിൽ നിന്ന് പിടിക്കുന്നത്. എവിടെന്നാ പിടിക്കുന്നത്? 250 മലക്കുകൾ തൻ്റെ വലഭാഗത്ത് വന്ന് നിൽക്കുന്നു, 250 മലക്കുകൾ ഇടഭാഗത്ത് വന്ന് നിൽക്കുന്നു. ഈ ശരീരത്തിൽ നിന്ന് പതിയെ പതിയെ വലിക്കുന്നു. അല്ലാഹ്, ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് എന്താണെന്നറിയുമോ? നമ്മുടെ ഉപ്പ മരിച്ചിട്ടുണ്ട്, മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ച് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഉപ്പാക്ക് അനുഭവിച്ചതെന്താ അറിഞ്ഞിട്ടില്ല. ഓ മുസ്ലിമീങ്ങളെ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്തുകളെ വിശ്വസിക്കുന്നവരാണല്ലോ മുസ്ലിമീങ്ങൾ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമ്മിലേക്ക് അയച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അവിടുന്ന് പറഞ്ഞത് മുഴുവനും സത്യമാണ്. സത്യത്തിൽ നിരക്കാത്ത ഒന്നും മുത്തുനബി പറഞ്ഞിട്ടില്ല. അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? സത്യമാണ്. പുലരുമെന്നുറപ്പാ എന്ന് അചഞ്ചലമായിട്ട് ഉറപ്പിക്കുന്നവന്റെ പേരാണല്ലോ മുസ്ലിം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിലോ അവിടുന്ന് പറഞ്ഞതിലോ എന്തെങ്കിലും ഒരു ചെറിയ സംശയം പ്രകടിപ്പിക്കുന്നവൻ മുസ്ലിമല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ അനുഭവപ്പെടുന്നത് എന്താണ്? ഉപ്പയും ഉമ്മയും പലരും മരണപ്പെട്ടപ്പോൾ അനുഭവിച്ചതെന്താണ്? ഇനി ഞാൻ മരിക്കുമ്പോൾ അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇതറിഞ്ഞിട്ടുണ്ടോ? ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ വലിയ ധൈര്യമുള്ളവരില്ലേ? എന്തിനും ശക്തിയുള്ളവരില്ലേ? അങ്ങനെയൊന്നും കരയാത്തവരും വേദനിക്കാത്തവരുമില്ലേ? എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ആണുങ്ങളിലോ പെണ്ണുങ്ങളിലോ ധൈര്യമുള്ളവരുണ്ടോ? ഒരു ആണിയെടുത്തിട്ട്, ഇരുമ്പിന്റെ ഒരു വിരലിന്റെ വലിപ്പമുള്ള ആണിയെടുത്തിട്ട് നിന്റെ കയ്യിന്റെ നഖത്തിലൂടെ മേൽപോട്ടൊന്ന് തറയ്ക്കാൻ വേണ്ട, ഒരു ആണിയെടുത്തിട്ട് നിന്റെ ചെന്നിയിൽ കൂടി ഇങ്ങ് തറക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി ഈ 2 താടിയെല്ലില്ലേ, ആ താടിയെല്ലിന്റെ ഉള്ളിൽ കൂടി ഒരു ആണി അങ്ങോട്ട് മേൽപോട്ടടിച്ചു കയറ്റാൻ ധൈര്യമുള്ളവരുണ്ടോ? നിങ്ങളെ കാലിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി ആണി അങ്ങോട്ട് തറക്കുമോ? കഴിയില്ല. അത്രയൊന്നും ധൈര്യമില്ല. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, അതേ സമയത്ത് നമ്മുടെ കയ്യും കാലുമൊക്കെ ആരോ പിടിച്ചു വെച്ചിട്ട് ബലപ്രയോഗത്തിലൂടെ ഒരാൾ നമ്മുടെ നെറ്റിയിൽ കൂടി ആണി അങ്ങോട്ട് അടിച്ചു കയറ്റിയാലോ, നഖത്തിന്റെ ഉള്ളിൽ കൂടി അങ്ങ് കയറ്റിയാലോ, എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഞാൻ ചോദിക്കുന്നു, നീ കിടന്നുകൊണ്ട് പെടയൂലേ? ആർത്ത് നിലവിളിക്കൂലേ? പരമാവധി ശബ്ദം പുറപ്പെടുവിക്കൂലേ? എന്തിനാ നീ കിടന്നിങ്ങനെ പൊളയുന്നത്? ഒരു ആണിയങ്ങ് കേറുമ്പോഴേക്ക് നീ ഇങ്ങനെ കിടന്ന് പൊളയുന്നത് എന്തിനാ?
നീ കിടന്നിങ്ങനെ കരയുന്നത് എന്തിനാ? ആർപ്പും വിളിയും കൂട്ടുന്നത് എന്തിനാ? ഒന്നുമല്ല, ഈ ആണി അങ്ങോട്ട് കേറുമ്പോഴുള്ള വേദനയാ. മോനെ, ഞാൻ വളരെ സ്നേഹത്തോട് ചോദിക്കുകയാണ്, ഈ ആണിയങ്ങ് കേറുമ്പോൾ ഇങ്ങനെ വേദനിക്കുന്നത് എന്താ? ഈ ആണി അവിടെ ചെയ്യുന്നത് എന്താ? ഒരു ആണി അങ്ങോട്ട് കേറുമ്പോൾ ഇങ്ങനെ വേദനിക്കുന്നത് എന്താ? മോനെ, പറഞ്ഞു തരാ. ഈ ആണി അങ്ങോട്ട് കയറുമ്പോ, ഈ ആണി കയറുന്ന സ്പേസ്, ആ സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുത്ത വേദനയാ. ആത്മാവ് ഇല്ലെങ്കിൽ വേദനിക്കുകയില്ലല്ലോ. മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിലേക്ക് ആണി കയറ്റിയാലോ, മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ ആരെങ്കിലും കിടന്ന് മുറിച്ചാലോ അയാൾ അറിയില്ല, ഒന്നും സംഭവിക്കൂല. ആത്മാവ് നിന്റെ ശരീരത്തിലുണ്ടാകുമ്പോൾ, ഈ ആണി അങ്ങോട്ട് കേറുമ്പോൾ അത്രയും സ്പേസിൽ നിന്ന് ആത്മാവ് അങ്ങും ഇങ്ങും മാറിക്കൊടുക്കുകയാണ്. ആ മാറിക്കൊടുത്ത വേദനയാ. എന്നാൽ നിനക്ക് കേൾക്കണോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവങ്ങി പിരിയുമ്പോ അവന്റെ ശരീരത്തിലുടനീളം ഇതുപോലെ ആണികൾ തറക്കുന്നത് ചിന്തിച്ചോ? മുട്ടുസൂചികള് ഓരോ ഞരമ്പിലൂടെയും ഓരോ രോമക്കുത്തിൽ കൂടെയും അകത്തേക്ക് കടത്തുന്നത് നീ ചിന്തിച്ചോ? അല്ലാ അല്ലാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ആത്മാവ് പിരിഞ്ഞപ്പോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടപ്പോ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരണപ്പെട്ടപ്പോ, ആരൊക്കെ മരിച്ചിട്ടുണ്ട് അവരെല്ലാം മരണപ്പെട്ട സമയത്ത് അനുഭവിച്ചത് അവരെ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലത്തെ മുട്ടുസൂചികൾ കയറിയതായിട്ട് അനുഭവിച്ചതാ. മോനെ, കെട്ടുകഥയല്ല നീ കേൾക്കുന്നത്, ഐതിഹ്യമല്ല, പുരാണമല്ല. പടച്ച റബ്ബവന്റെ ഖുർആനിൽ പറയുന്നു, മോനെ, എല്ലാ വെള്ളിയാഴ്ചയും അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബയുടെ ഇടയിൽ ഓതിയിരുന്നില്ലേ സൂറത്തു ഖാഫ്. ഈ ഖാഫ് സൂറത്ത് 2ഉം 3ഉം വെള്ളിയാഴ്ചകളിലായി തീർത്തും ഓതി കേൾപ്പിക്കൽ സുന്നത്താണെന്ന് അയിമ്മത്ത് എഴുതി വെച്ചിട്ടില്ലയോ? ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടില്ലയോ? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രഭാഷണം കേട്ട് നീ പിരിഞ്ഞു പോകുമ്പോ നിന്റെ മാർക്ക് എനിക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, അഭിപ്രായം വേണ്ട. ഈ വിശുദ്ധ ഖുർആൻ ഒന്നുമില്ലാതെ തൊടാത്ത ഖുർആൻ, ഒരാളെയും നിസ്സാരപ്പെടുത്താൻ അനുവദിക്കാത്ത ഖുർആൻ, ഈ ഖുർആൻ ആരെങ്കിലും നിന്ദിച്ചു എന്ന് കേൾക്കുമ്പോ, ഈ ഖുർആൻ ആരെങ്കിലും പിച്ചെന്ന് കേൾക്കുമ്പോ, ഈ ഖുർആൻ ആരെങ്കിലും നിസ്സാരപ്പെടുത്തി എന്ന് കേൾക്കുമ്പോ രക്തം തിളക്കുന്ന മുസ്ലിമേ, വിരിമാറി നീ വിരിമാറി വിരിച്ചു കാണിച്ചിട്ട് രക്തം വേണം, രക്തമിതാ, രക്തം വേണം, ജീവൻ വേണം, ജീവനിതാ എന്ന് മുദ്രാവാക്യം വിളിച്ച് മുട്ടു ചുരുട്ടിയിട്ട് പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന മുസ്ലിമേ, ഈ ഖുർആൻ പറയുന്നത് അറിയുമോ? സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ മരണത്തിന്റെ വേദന മക്കളെ, ഇത് കൃത്യമാണ്, ഇത് സത്യമാണ്, ഇത് മിഥ്യയല്ല, ഇത് ചിത്രീകരണമല്ല, ഇത് കേവലം അവതരണമല്ല. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഒരിക്കലും നീ ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല, നിനക്ക് തെറ്റിക്കളയാൻ കഴിയുന്നതല്ല. ഈ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിൽ കൂടെയും നിന്റെ ശരീരത്തിൽ കൂടി ആണികൾ മേൽപോട്ട് തറക്കുന്നത് പോലെ നിനക്ക് അനുഭവപ്പെടുന്നതാ. ആ രൂപത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടാണ് നിന്റെ ഉപ്പ നിന്നിൽ നിന്ന് പിരിഞ്ഞത്, നിന്റെ ഉപ്പാന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞത്. അല്ലാഹ് അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
അവിടുന്ന് പറയുന്നു, മോനെ, നിന്റെ 2 കാലുകളിൽ നിന്ന്, നിന്റെ 2 കൈവിരലുകളിൽ നിന്ന് ഈ മലക്കുകൾ ഇത് തുടങ്ങിയത്. മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അവന്റെ മൂർധാവിൽ നിന്നല്ല, മേൽഭാഗത്തിൽ നിന്നല്ല, അവന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാണ്. എന്തിനാണെന്നറിയോ? അല്ലാഹ് നിന്റെ മേൽഭാഗത്ത് നിന്നാണ് ആത്മാവ് പിടിച്ചു തുടങ്ങുന്നതെങ്കിൽ നീ ഒരു ഭാഗത്ത് കിടക്കുകയില്ല, നീ സൈലന്റ് ആയിട്ട് നിൽക്കുകയില്ല, നിന്റെ കൈകൾ അടക്കി വെക്കുകയില്ല, നിന്റെ കാലുകൾ അടക്കി വെക്കുകയില്ല, നീ ഒരു കോപാപ്രായവും കാണിക്കാതെ സൈലന്റായി ഒരു ഭാഗത്ത് കിടന്നു തരാൻ, നിന്റെ കൈകൾ അടക്കി വെക്കാൻ, നിന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് നിന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ. മോനെ, പെട്ടെന്ന് നെഞ്ഞുവേദന വരുമ്പോ, നിന്റെ നെഞ്ഞത്ത് അപഹസഖ്യമായ വേദന വരുമ്പോ, ഇത് എന്റെ മൗത്തിന്റെ വേദനയാണ് എന്ന് നീ ഭയപ്പെടേണ്ടതില്ല, അത് പേടിച്ച് നീ അങ്കലാപ്പിലാകേണ്ടതില്ല. നിന്റെ മൗത്തിന്റെ വേദനയാ നിനക്ക് തുടങ്ങുന്നതെങ്കിൽ ആ വേദന തുടങ്ങുന്നത് നിന്റെ 2 കൈവിരലുകളിൽ നിന്നാ, നിന്റെ 2 കാൽവിരലുകളിൽ നിന്നാ. അങ്ങനെ പതിയെ പതിയെ ഈ 2 കൈകളിൽ നിന്ന് വേദന നിന്റെ ഷോൾഡറിലേക്ക് എത്തിത്തുടങ്ങിയാൽ, ഈ 2 ഷോൾഡറുകളിൽ നിന്ന് കൈകൾ പിരിയുന്നതായി നിനക്ക് തോന്നിയാൽ, ഒരു മനുഷ്യന് പരമാവധി താങ്ങാവുന്ന വേദന 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ, അതിലും അസഹ്യമായ വേദന നിന്റെ കൈയുടെ ഷോൾഡറിൽ നിന്ന് അനുഭവപ്പെട്ടാൽ, ആ വേദന പതിയെ നിന്റെ ഇടത്തെ നെഞ്ഞത്തേക്ക് ഇറങ്ങിയാൽ, ഉറപ്പിച്ചോ, ഇത് നിന്റെ വേർപാടാണ്. ഇനി കുംഭസാരത്തിന് സമയമില്ല, ഇനി തിരുത്താൻ നിനക്ക് സമയമില്ല, നിന്റെ എല്ലാം കഴിഞ്ഞു മോനെ, നിനക്കിനി അവസരങ്ങളില്ല. ഇതാ ഇദൽ തഫത്തി സാഖു ബിസാഖി ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. നിന്നെ സൃഷ്ടിച്ച നാഥനിലേക്ക് വലിക്കപ്പെടുകയോ, നിന്നെ തളിക്കപ്പെടുകയോ, നിന്റെ അവസരങ്ങൾ കഴിഞ്ഞു മോനെ. നിന്റെ കാലുകൾ പരസ്പരം കൂട്ടിപ്പിണച്ചില്ലേ, കാലുകൾ നീ വല്ലാതെ അമർത്തിയിട്ട് വേദന സഹിക്കാൻ തുടങ്ങിയില്ലേ, നിന്റെ എല്ലാം തീർന്നില്ലേ. നിന്നെ റബ്ബിലേക്ക് ക്ഷണിക്കപ്പെടുന്നു, വിളിക്കപ്പെടുന്നു. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ്. ഉറപ്പിച്ചോ, ഇത് നിന്റെ അവസാനമാ. നിന്റെ കൈകൾ, ഇതിന്റെ കാലുകൾ തളർന്നു പോയി, നിന്റെ 2 കാലുകളും പതിയെ തളർന്നു പോയി, നിന്റെ കൈകൾ 2ഉം മലർന്നു പോയി, നിന്റെ കണ്ണുകൾ മേൽപോട്ട് തുറിച്ചു പോയി, നിന്റെ വാ മൊത്തം പൊളന്നു പോയി, നിന്റെ നാവുകൾ താഴേക്ക് തൂങ്ങിപ്പോയി, നിന്റെ വൃഷ്ണങ്ങൾ മേൽപോട്ട് കേറിപ്പോയി, നിന്റെ അവസാനം അടുത്തുപോയി. ഇത് സത്യമാ മക്കളെ, ഒരിക്കലും ഇതിൽ യാതൊരു മിഥ്യയുമില്ല. വിശുദ്ധ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. യാതൊരു മിഥ്യയുമില്ല. ഇത് അനുഭവിച്ചോർ അനുഭവിച്ചു. ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന മുഴുവനും ഇത് അനുഭവിച്ചവരാണ്. അവരിത് കേൾക്കുന്നുണ്ട്, അവരറിയുന്നുണ്ട്. അവരെ ആത്മാവ് ഈ മീസാൻ കല്ലിൻ്റെ സമീപത്തുണ്ട്. ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച് അവരിത് കേൾക്കുന്നുണ്ട്, അവരിതിന് സാക്ഷികളാണ്. അറിയുമോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഈ ആത്മാവ് മനുഷ്യൻ്റെ ശരീരത്തിൽ പിരിയുകയാണ്. അങ്ങനെ ഈ കാലിൻ്റെ വിരൽ മുതൽക്ക് മുട്ടുവരെ 50 മലക്കുകൾ. മലക്കുകളുടെ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ. അതാ അവിടുന്ന് അരവരെ വേറെ 50 മലക്കുകൾ, കൈകളിൽ നിന്ന് വേറെ 50 മലക്കുകൾ. എല്ലാ മലക്കുകളും കൂടി ഈ ആത്മാവിനെ പിടിച്ച് വലിച്ചിട്ട് ഈ ഹൃദയത്തിൽ കൊണ്ടിടും. ആ ഹൃദയത്തിലേക്കാണ് ആത്മാവിനെ ആദ്യം മലക്ക് സന്നിവേശിപ്പിച്ചിരുന്നത്. ആ ഹൃദയത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ആത്മാവോടെ നീരാളിപ്പിടുത്തം പിടിക്കും. ഈ ആത്മാവിൻ്റെ വലിപ്പം ഒരു ചക്കൻ്റെ വലിപ്പമില്ല, ഒരു ചെറിയ തേനീച്ചയുടെ വലിപ്പമാണ്. എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ചൻ്റെ വലിപ്പേ ഉള്ളൂ. ഓരോ മനുഷ്യൻ്റെതും അത്രയേ ഉള്ളൂ.
സത്യനിഷേധിയായ മനുഷ്യൻ്റെ ആത്മാവിന് ഒത്തിരി വലിപ്പം കൂടും. അതേ സമയത്ത് ഒരു വിശ്വാസിയുടെ ആത്മാവിന് കൃത്യം ഒരു ചെറു തേനീച്ചയുടെ വലിപ്പം. അത് ഈ ഹൃദയത്തിലങ്ങ് നീരാളി പിടുത്തം പിടിക്കും. നീരാളി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, വെള്ളത്തിലുള്ള ഒരു തരം ജീവിയാ. അതിന് 100 കണക്കിന് കാലുകളുണ്ടാകും. അത് പാറയിലോ ചളിയിലോ ഒക്കെ അങ്ങ് പിടിച്ചാൽ പിന്നെ വിടൂല. ഈ നീരാളി, ഞങ്ങളുടെ നാട്ടിൽ നീരാളി, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വിദഗ്ധരായ ആളുകൾ ഇരുമ്പിൻ്റെ കൊക്ക കൊണ്ടുപോയി കുത്തിയിട്ട് വലിച്ചു കൂട്ടെടുക്കും. അതാണ് നീരാളി. ആ നീരാളി പിടിക്കും പോലെ ഈ ആത്മാവ് ഹൃദയത്തിലേക്ക് എന്ത് പിടിക്കും. അതുകൊണ്ടാണ് ഈ അറ്റാക്ക് ഉണ്ടായ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർമാർ ചെയ്യൽ എന്താണെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? അറിയില്ല. നിങ്ങൾ പുറത്ത് നിൽക്കല്ലേ. നല്ല ആരോഗ്യമുള്ള ഡോക്ടർമാർ നെഞ്ചത്ത് ദാർസായിട്ട് ഇടിക്കും. അതെന്തിനാ? ഈ പിടുത്തം വിട്ട് കിട്ടാനാ. പക്ഷെ വിടില്ല. മൗത്തിന്റെ സമയമായിട്ടുണ്ടോ? വിടില്ല. അതുകൊണ്ടാണ് ഐസിയു കയറ്റിയ പെരുകിട്ടിയ ഈ ഹൃദയത്തിൽ ചെന്നങ്ങ് പിടിച്ചാൽ കൈകളും കാലുകളും മലർന്നു പോയിട്ടുണ്ട്, കണ്ണ് തുറിച്ചു പോയിട്ടുണ്ട്, നാവ് തൂങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ പറയുന്നത് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ മരണമാണ്. ആരോഗ്യമുള്ളത് ആ മനുഷ്യൻ മരിക്കാനും വേണ്ട ആരോഗ്യം. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അപ്പോഴാണ് അസ്റായീൽ എന്ന മലക്ക് വരുന്നത്. അവസാനം വരുന്ന മലക്ക. ആ അസ്റായീൽ എന്ന മലക്ക് വന്നിട്ട് ഈ ആത്മാവിനെ കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് വലിക്കുന്നത് ചങ്കിലൂടെയാ. അതുകൊണ്ട് ആ മരിക്കുന്ന മനുഷ്യന്റെ മൂക്കിന്റെ ഓളുകൾ വികസിക്കുന്നതാ, വാ തുറക്കുന്നതാ, കണ്ണ് തുറിക്കുന്നതാ. ഈ വായിലൂടെയാണ് ആത്മാവിനെ വലിക്കുന്നത്. മോനെ, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവിനെ ഇങ്ങ് വലിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവമില്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസം പോകുന്ന കൊയലിലേക്ക്, ശ്വാസനാളത്തിലേക്ക് എന്തെങ്കിലും സാധനം കടന്നാൽ നമുക്ക് തരിപ്പിൽ പോകൂലേ? വല്ലാത്ത ബുദ്ധിമുട്ട് വരൂലേ? ഈ ശ്വാസനാളത്തിൽ കൂടി ഈ ആത്മാവിനെ വലിക്കുകയാ. ചങ്കടഞ്ഞു പോയി. ചങ്കടയുമ്പോ വെള്ളം കൊടുത്താൽ 2 ഭാഗത്തിൽ കൂടി പുറത്തേക്കൊഴുകുന്നതാ. വെള്ളമിറങ്ങുകയില്ല. അപ്പോഴാണ് നല്ല വിവരമുള്ളവർ ശീല നനച്ച് ചുണ്ടുകൾ ഇങ്ങനെ നനച്ചു കൊടുക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ഞാനീ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ അവന്റെ പുറത്ത് കാണുന്ന പ്രകടനങ്ങളാണ്. എന്നാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ അനുഭവിക്കുന്നത് എന്താണ് എന്നറിയുമോ? അറിയുന്നവര് പറയട്ടെ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, വേദം പരിചയമുള്ള കഅ്ബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നു, ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ചുറ്റുഭാഗത്തും നിറയെ ആണികളുള്ള ഇരുമ്പിന്റെ ഒരു ദണ്ട്. ആ ഇരുമ്പിന്റെ ദണ്ട് മലദ്വാരത്തിൽ കൂടി കടത്തി ഈ വായിൽ കൂടി പുറത്തേക്ക് തള്ളി. ആരോഗ്യമുള്ള ഒരാൾ ഈ 2 തോളത്ത് ചവിട്ടി പിടിച്ച് അത് ശരിക്കതിൽ കൂടി ഒന്ന് കറക്കി വലിച്ചെടുത്താൽ എന്താണ് അവിടെ ഉള്ളിൽ സംഭവിക്കുക? അതാണ് നിന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ സംഭവിച്ചത്. അതാണ് നിന്റെ ഉമ്മ മരിച്ചപ്പോൾ സംഭവിച്ചത്. അതാണ് നാളെ നീ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടല്ലേ ആരോഗ്യമുള്ള ആളുകൾ മരിക്കുമ്പോൾ വായിൽ നിന്ന് രക്തം വരുന്നത് കാണാറില്ലേ? മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കാണാറില്ലേ? പലതും പുറത്തു വരുന്നത് കാണാറില്ലേ?
സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം ചോദിക്കുന്നത് കാണാം. ചിലരോ ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേദനയുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഉപ്പ കിടന്ന് കരഞ്ഞില്ലല്ലോ, ഉപ്പ വാവിട്ടില്ലല്ലോ, ഉപ്പ നിലവിളിച്ചില്ലല്ലോ, മരിക്കുന്നവർ നിലവിളിക്കലില്ലല്ലോ, അതെന്താ? ഗസാലി ഇമാമിന്റെ മറുപടി, ആരെങ്കിലും നിന്റെ ശരീരം പിടിച്ചു വെച്ചിട്ട് നിന്റെ കയ്യിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ആണി അങ്ങോട്ട് കയറ്റുമ്പോൾ നീ കിടന്ന് പെടഞ്ഞതും വാവിട്ട് കരഞ്ഞതും അവിടെ മാത്രമേ നിനക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നുള്ളൂ, ആ വിരലിൽ മാത്രമേ നിനക്ക് വേദനയുണ്ടായിരുന്നുള്ളൂ. നിന്റെ ചുണ്ടുകൾ ഫ്രീയാ, നിന്റെ കണ്ണുകൾ ഫ്രീയാ, നിന്റെ കൈകൾ ഫ്രീയാ, നിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഫ്രീ ആയതുകൊണ്ട് നിനക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നു, വിളിച്ചു പറയാൻ കഴിയുന്നു, ആർക്കാനും പെടയാനും കഴിയുന്നു. മരണത്തിന്റെ സമയത്ത് അങ്ങനെയല്ല. നിന്റെ ശരീരത്തിൽ ഒരു പോയിന്റ് പോലും വേദനിക്കാത്ത സ്ഥലങ്ങളില്ല, ഒരു പോയിന്റ് പോലും കിടന്ന് വേദനിക്കാത്തതില്ല. അതുകൊണ്ട് നിന്റെ ചങ്കിലും നിന്റെ കണ്ണിലും നിന്റെ ചുണ്ടിലും നിന്റെ നാവിലും നിന്റെ കാലിലും നിന്റെ ശരീരത്തിലുടനീളം ഇതുപോലെ വേദനിക്കുന്നത് കൊണ്ട് പെടയാൻ നിനക്ക് കഴിയൂല, പറയാൻ നിനക്ക് കഴിയൂല, ആർക്കാൻ നിനക്ക് കഴിയൂല. നിന്റെ കണ്ണിൽ നിന്ന് ദയനീയമായി കണ്ണുനീര് ഒലിപ്പിക്കാനല്ലാതെ ഒന്നിനും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ ഒരു മനുഷ്യൻ മരിക്കുമ്പോ ഇദാ ദരിഫത്ത് ഐനാ, രണ്ട് കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നത് കണ്ടാൽ, വൻതഫഖത്ത് മൻഖറാ, രണ്ട് കവിളുകൾ തുടിച്ചു നിൽക്കുന്നത് കണ്ടാൽ, മാത്രമല്ല ഹബീബ് പറയുകയാ, ഫഇന്ന റഹ്മത ഖദ് നസലത് ബി, അവനിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിപ്പോയി. മരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു, ഈ കവിളുകൾ വീർക്കുന്നു, അല്ലാഹ് കണ്ണുകൾ തുറിക്കുന്നു. ഈ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് അവനിൽ ഇറങ്ങിപ്പോയി. നല്ല ലക്ഷണമാ സഹോദരന്മാരെ. ഈ മലക്ക് മഹാനായ ഇസ്രായീൽ ഈ ചങ്കിലൂടെ വലിച്ചിട്ട് ആത്മാവ് പുറത്തേക്കെടുക്കുമ്പോ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ടുണ്ട്. അവര് സ്വർഗത്തുനിന്ന് തൂവാല കൊണ്ട് വന്നിട്ടുണ്ട്. ഈ മലക്കുകൾ പുറത്തു നിന്ന് പറയുന്നുണ്ട്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. അല്ലാഹുവിന്റെ സർവ പരീക്ഷണങ്ങളും തൃപ്തിപ്പെട്ടു ജീവിച്ച ആത്മാവേ, സൃഷ്ടിച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടിയിട്ടുള്ള ആത്മാവേ, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ജീവിച്ച ആത്മാവേ, ഇതാ നിന്നെ കാത്തിരിക്കുന്ന, തൃപ്തിപ്പെട്ട് കാത്തിരിക്കുന്ന റബ്ബിലേക്ക് പുറപ്പെട്ടോ. മോനെ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചിന്തിക്കണം. സൃഷ്ടിച്ച റബ്ബിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ? കണ്ണ് സൃഷ്ടിച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണോ കണ്ണുകൊണ്ട് കണ്ടത്? ഈ കണ്ണിൽ 24 മണിക്കൂറും ഈ കണ്ണിന്റെ കാഴ്ച നിലനിർത്താൻ നിന്റെ കണ്ണിലേക്ക് വെള്ളം ചൊരിഞ്ഞു തരുന്ന റബ്ബുണ്ടല്ലോ. ഈ കണ്ണില് വെള്ളം വറ്റിയാൽ ഈ കണ്ണ് പിന്നെ തുറക്കൂല. മോനെ, എപ്പോഴും നിന്റെ കണ്ണിൽ വെള്ളമില്ലയോ? ഈ വെള്ളം വറ്റിപ്പോയാൽ ഖുൽ ഇൻ അസ്ബാ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ,
ഈ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കാൻ ഈ കണ്ണിലെപ്പോഴും വെള്ളം നിലനിൽക്കണ്ടേ? എവിടുന്നാണ് കണ്ണിലേക്ക് വെള്ളം ചൊരിയുന്നത്? ഈ ഏതാനും സമയം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്നില്ലേ? ഇരുന്ന ആ സമയം മുതൽ ഇതുവരെ നിങ്ങൾ മാറി മാറി നിങ്ങളെ കണ്ണിന്റെ പോളകൾ ചിമ്മിത്തുറന്നില്ലേ? എന്തിനാണിതിങ്ങനെ ചിമ്മിത്തുറക്കുന്നത്? അല്ലാഹു തആല എന്നെയും നിന്നെയും സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കണ്ണിന്റെ കാഴ്ച നിലനിൽക്കാൻ, ഇതിലെ വെള്ളം വറ്റാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു എന്നെയും നിന്നെയും ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ കണ്ണ് രോഗമുണ്ടാകുമ്പോൾ മരുന്നിറ്റിക്കും പോലെ നമ്മുടെ കണ്ണിൽ വെള്ളമുറ്റിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്തിനെങ്കിലും നമുക്ക് കഴിയുമോ? ചാറ്റ് നടത്താൻ പറ്റുമോ? സിനിമ കാണാനൊക്കുമോ? ഉറങ്ങാൻ കഴിയുമോ? അതേ സമയത്ത് എന്റെയും നിന്റെയും കൺപോളയുടെ താഴ്ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ കൂടി ഈ കണ്ണുനീരിങ്ങനെ ചൊരിയുകയാ. ഇതിന്റെ ടാങ്ക് എവിടെയാ? എവിടുന്നാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്? ഇത് അലക്ഷ്യമായി കൃത്യതയില്ലാതെ വെള്ളം കണ്ണിലൂടെ ഒലിച്ചിരുന്നുവെങ്കിൽ കണ്ണ് തുറക്കാൻ കഴിയോ? കാഴ്ച കിട്ടുമോ? ഇതൊക്കെ എന്തൊരനുഗ്രഹമാ! ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കണ്ണിനെ ഈ രൂപത്തിൽ സൃഷ്ടിച്ചു സംവിധാനിച്ച ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നത് മാത്രമാണോ ഈ കണ്ണുകൊണ്ട് നീ കാണാറുള്ളത്? അതിലേക്കാണോ ഉപയോഗിക്കാറുള്ളത്? നിന്റെ പരിവരിത്ത കൈകളില്ലേ? എന്തെല്ലാം ചെയ്യാൻ നിന്റെ കൈക്ക് പവറുണ്ട്. ഈ കൈയിന്റെ ഒരു ബാലൻസ് തെറ്റിയാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ബാലൻസ് പടച്ച റബ്ബ് സംവിധാനിച്ചത് നിന്റെ ചെവിക്ക് മുകളിലാ, ചെവിക്ക് പാടയിലാ. ഈ ബാലൻസ് ഒന്ന് തെറ്റിപ്പോയാൽ നിവർന്നു നിൽക്കാൻ കഴിയോ? എത്ര ആളുകൾ പെട്ടെന്ന് വീണുപോയിട്ടുണ്ട്, പോരാത്തലത്ത് വീണുപോയി. ഡോക്ടർമാര് പറഞ്ഞു ഒന്നുമല്ല, ബാലൻസ് തെറ്റിയതാ. ഈ ബാലൻസ് അല്ലാഹു തആല തയ്യാർ ചെയ്തിട്ടുള്ളത് നിന്റെ ഏരിയൽ പോലെ അല്ല. ഈ രണ്ട് ചെവിയാ, ഈ ചെവിയുടെ മേലാണ് നിന്റെ ബാലൻസ് അല്ല ശരിപ്പെടുത്തിയത്. മോനെ, ഈ ചെവിയെ സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബിന് തൃപ്തിയുള്ളത് മാത്രമാണോ കേൾക്കാറുള്ളത്? അത് മാത്രമാണോ നിന്റെ കാതുകൊണ്ട് കേൾക്കാറുള്ളത്? ഈ ഇരുമ്പ് പോലത്തെ കരുത്തുള്ള നിന്റെ ഈ രണ്ട് കൈകള് നിന്റെ സൃഷ്ടിച്ച റബ്ബിന് പൊരുത്തമുള്ളതാണോ ഈ രണ്ട് കൈകളെ കൊണ്ട് ചെയ്യാറുള്ളത്? എന്തൊരു ഊക്കാ നിന്റെ രണ്ട് കാലുകൾക്ക്, നിന്റെ രണ്ട് തൊടയലിന് എന്തൊരു ശക്തിയാണ്! വല്ലാത്ത ഉറപ്പല്ലേ നിന്റെ രണ്ട് തൊടയലുകൾക്ക്? ഇത് സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണോ നിന്റെ കാലുകൊണ്ട് നീ ചെയ്യാറുള്ളത്? തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലാ ആണെങ്കിൽ നിന്നോട് വിളിച്ചു പറയപ്പെടുന്നു, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. സൃഷ്ടിച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള, റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കിയിട്ടുള്ള ആത്മാവേ, ഇങ്ങ് പുറത്ത് വന്നോ, റബ്ബിലേക്ക് മടങ്ങിക്കോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാമൊക്കെ റബ്ബിന്റെ അടിമകളോ, റബ്ബിന്റെ സൃഷ്ടികളോ, റബ്ബിന്റെ പടപ്പുകളോ, അല്ല സൃഷ്ടിച്ചതാ, അല്ലാന്റെ അടിയങ്ങളോ, അല്ലാന്റെ നിയന്ത്രണത്തിലാ. വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അവരിലേക്ക് മടങ്ങുന്നവരാ, റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരാ, തിരിച്ചു പോകാറുള്ളവരാ. പറയാറില്ലേ, ചൊല്ലാറില്ലേ, ബോധമുണ്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ്? ഇതാണ് നോർമൽ മരണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും ഒരു ദിവസം ഇങ്ങനെ മരിക്കും. ഈ ആത്മാവിനെ ഇങ്ങോട്ട് പുറത്തേക്കെടുത്താൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ആത്മാവ് എന്തു ചെയ്യുന്നു? ആത്മാവിനെ മലക്കുകൾ കൊണ്ടുപോകുന്നു.